തോൽപ്പാവക്കൂത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. ചൈതന്യം ആദ്യമുണ്ടായി, പ്രകൃതി ഉണ്ടായി, സൂര്യനുണ്ടായി, വെളിച്ചമുണ്ടായി. ആ വെളിച്ചത്തിലൂടെ ആദ്യ മനുഷ്യൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് ചലനം സൃഷ്ടിച്ചു. ആ ചലനങ്ങളുടെ ആ നിഴലും നൃത്തവും ചേർന്ന് ഉണ്ടായതാണ് ആദ്യത്തെ ഈ കലാരൂപം. ചിത്രം, ശില്പം, സംഗീതം, സാഹിത്യം, പിന്നെ എല്ലാം ഒത്തിണങ്ങിയ ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. കേരളത്തിൽ ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞു വരുന്നത് ഭദ്രകാളി ദാരികാസുരവധം കഴിഞ്ഞ അതേ സമയത്ത് തന്നെയായിരുന്നു അത്രേ രാമരാവണ യുദ്ധം ഉണ്ടായത്. രാമരാവണ യുദ്ധം കാണുവാനുള്ള സൗഭാഗ്യം ദേവിക്ക് ഉണ്ടായില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് സാക്ഷാ പരമേശ്വരൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടു ദേവി ഭദ്രകാളി, എനിക്ക് രാമരാവണ യുദ്ധം കാണണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് സംഭവം കഴിഞ്ഞു പോയല്ലോ, ഇനി അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് നേൾ നാടക രൂപത്തിൽ നീ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ കാണിച്ചു തരാം. ആ ദേവിക്ക് വേണ്ടി രാത്രി 10 മണി മുതൽ നേരം വെളുക്കുവോളം 5 മണി വരെ ഓരോരോ ഗ്രാമങ്ങളിൽ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പാലക്കാടിൻ്റെ, തൃശ്ശൂരിൻ്റെ, മലപ്പുറത്തിൻ്റെ 3 ഭാഗത്തുള്ള ഗ്രാമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ദേവി പാവക്കൂത്ത് കാണുന്നു എന്നാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഐതിഹ്യമുള്ളത്. പാവക്കൂത്തിന് കാണുന്ന കൂത്തുമാടം എന്നാണത്. ഇത് കേരളത്തിലെ 85ഓളം ദേവീക്ഷേത്രങ്ങളിൽ ഇപ്പോഴും സ്ഥിരമായിട്ടുള്ള പെർമനൻറ്റ് പപ്പറ്റ് തിയേറ്റർ നമ്മുടെ പാവനാടക വേദിക്ക് ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിന് ഈ കാണുന്ന ഒന്നാണ് കൂത്തുമാടം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് 41 അടി നീളവും 12 അടി ഉയരവും 8 അടി വീതിയും ആണ് ഇതിൻ്റെ കണക്കുകൾ. ഈ കാണുന്ന വെള്ളയും കറുപ്പും ആയപ്പുടവ എന്നാണ് പറയുന്നത്. വെള്ളയും കറുപ്പുമായുള്ള തുണീനെ നമ്മൾ ആയപ്പുടവ എന്നാണ് പറയുന്നത്. അത് ദേവി ഉടുത്തിരിക്കുന്നു എന്നാണ് ഇതിന് സങ്കല്പം. ഈ വെള്ള ആകാശമായും ഇതിനെ ഭൂമിയായും പാതാളമായുമാണ് ഇതിനെ നാം സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളയിലൂടെയാണ്, വെള്ള തുണിയിലൂടെയാണ് എണ്ണവിളക്കുകൾ വെളിച്ചത്തിൽ ഈ പാവകളുടെ എല്ലാം ദൃശ്യഭംഗി നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. എണ്ണവിളക്കുകളുടെ, അതായത് കൂത്തുമാടങ്ങളിൽ ഇപ്പോഴും നാളികേരത്തിൻ്റെ വിളക്കുകളാണ്. നാളികേരം മുറി ഉപയോഗിച്ചുകൊണ്ട് അതിൽ എണ്ണ ഉപയോഗിച്ച് തിരിയിട്ട് കത്തിക്കുന്ന സമ്പ്രദായത്തോടു കൂടിയാണ് പാവക്കൂത്തിന് വിളക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും ആധുനിക രീതിയിലുള്ള ലൈറ്റുകളൊന്നും ഈ പാരമ്പര്യ രീതിയിൽ കൂടെ കാണിക്കുന്ന തോൽപ്പാവക്കൂത്തിൽ രാമായണം കഥയ്ക്ക് ചെയ്തു വരുന്നില്ല. മറ്റുള്ള കഥകളൊക്കെ ഷേക്സ്പിയറും ഗാന്ധിയും പുതിയ പുതിയ മോഡേൺ പഞ്ചതന്ത്രം കഥകൾക്കെല്ലാം നമ്മൾ ആധുനിക രീതിയിലുള്ള ലൈറ്റുകളും പ്രൊജക്ടറുകളും ഉപയോഗിച്ച് വരുന്നുണ്ടെങ്കിലും തോൽപ്പാവക്കൂത്തിൻ്റെ ഈ തനിമയോട് കൂടി ചെയ്യുന്ന രാമായണം കഥയ്ക്ക് ഇപ്പോഴും എണ്ണ വിളക്കുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ്, 21 എണ്ണ വിളക്കുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഇപ്പോഴും പാവക്കൂത്തിന് അതിൻ്റെ വെളിച്ചം. പിന്നെ ഇതിൻ്റെ പാവ എന്ന് പറയുന്നതെല്ലാം മാൻ്റെ തോലാണ്. മാൻ പവിത്രമായിട്ടുള്ള മൃഗമാണെന്നും അതുപോലെ തന്നെ രാമായണം പവിത്രമായിട്ടുള്ള കഥയായതുകൊണ്ടുമാണ് മാൻതോൽ ഉപയോഗിക്കുന്നത്. കേരളത്തിൻ്റെ പാവകളെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒറീസ, കേരളം ഈ പാവകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്നാൽ ചായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനകത്ത്. എന്തിനാണ് ചായങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും എന്തുകൊണ്ട് ചായങ്ങൾ ഉപയോഗിക്കുന്നു? ഇപ്പോൾ നീലമേഘ ശ്യാമള കോമള വർണ്ണം, രാമൻ്റെ ചായം നീലമേഘത്തിൻ്റെ വർണ്ണമാണ്. അപ്പോൾ നീലമേഘത്തിൻ്റെ ചായങ്ങൾ ഉപയോഗിക്കും. 3 രീതിയിലുള്ള ചായങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്ന് നാച്ചുറൽ കളറായിട്ട് ഉപയോഗിക്കുന്നു, പിന്നൊന്ന് സ്റ്റോണിൻ്റെ ചായങ്ങൾ ഉപയോഗിക്കുന്നു, കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് മ്യൂറൽ ശൈലിയിൽ ഉപയോഗിക്കുന്ന ചായങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നൊന്ന് ഈ കഥകളിക്ക് ഉപയോഗിക്കുന്ന മുഖത്ത് എഴുതുന്നതായിട്ടുള്ള മനോല, അമരിനീലം എന്ന് പറയുന്ന ചായങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഉള്ള 3 രീതിയാണ് ചെയ്യുന്നത്. ഈ കഥാപാത്രം ദേവസ്ത്രീ എന്ന കഥാപാത്രമാണ്. മാൻതോല് കൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ട് ഓരോ കൊത്തുപണിക്കും ഓരോ പ്രത്യേക പേരുകളുണ്ട്. നെന്മണിക്കൊത്ത്, അതുപോലെ തന്നെ ചന്ദ്രക്കലക്കൊത്ത്, അതുപോലെ ഈ വീരാളിപ്പട്ട് ഡ്രസ്സിൻ്റെ കൊത്ത്, ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കൊത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ചായങ്ങൾ കൊടുക്കുകയാണ്. ഇത് നമ്മുടെ കഥകളിക്ക് ഉപയോഗിക്കുന്ന മനോല എന്ന് പറയുന്ന ആ ഒരു ചായമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ പാവാട കൊത്തുപണി കഴിഞ്ഞാൽ ചായം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാംബുവിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇതുപോലുള്ള ഈ 2 സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ ചലനം നിയന്ത്രിക്കുന്നത്. അങ്ങനെ നിങ്ങൾ നിയന്ത്രിക്കുന്ന ചലനങ്ങളാണ്.
ജനുവരി മാസം മുതൽ ഒരു 5 മാസക്കാലം ദേവീക്ഷേത്രങ്ങളിൽ ദേവീപ്രീതിക്ക് വേണ്ടി പൂരം ഉത്സവം സമയങ്ങളിലൊക്കെ എല്ലാ ഭാഗത്തും നടത്തി വരുന്നുണ്ട്. എവിടെ കൂത്ത് മുടങ്ങിയിട്ടില്ല. പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു 85, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഈ 3 ജില്ലകളിലുമായി ഒരു 85 ക്ഷേത്രങ്ങളിൽ പാവക്കൂത്ത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട്.